प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। हरे कृष्णा। श्रीमद् भगवद गीता यथारूपम इस्कॉन स्थापकाचार्य कृष्ण कृपा मूर्ति ദേശി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനം പ്രവർത്തനം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 18ാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. 18ാമത്തെ അധ്യായം സന്യാസത്തിന്റെ പരിപൂർണത. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 14 ലോകങ്ങളിലും ത്രിഗുണങ്ങളെ അതിക്രമിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയുമില്ല. എല്ലാവരും ത്രിഗുണങ്ങൾക്ക് അധീനരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഭൂമിയിലാണെങ്കിലും ആകാശത്താണെങ്കിലും ദേവലോകത്തിലാണെങ്കിലും എല്ലാ ദേവീദേവന്മാരും മനുഷ്യരും എല്ലാ ജീവജാലങ്ങളും ത്രിഗുണങ്ങൾക്ക് അടിമപ്പെട്ടാണ് അല്ലെങ്കിൽ അധീനമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 40ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. നത്തദസ്തി പൃഥിവ്യാംബ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിചേർമുക്തം യഥേവി സ്യാത് ത്രിഭിർഗുണൈ. എല്ലാവരും പ്രവർത്തിക്കുന്നത് ത്രിഗുണങ്ങൾക്ക് അടിമപ്പെട്ടിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഓരോ പ്രവൃത്തിയും ഉണ്ടാകുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ നിന്നാണ്. സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ സ്വഭാവം എവിടുന്നാണ് ഉണ്ടാകുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വ്യക്തിയുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് എവിടെ നിന്നാണ്? നമ്മൾ സാധാരണ പഠിക്കാറുണ്ട്, അച്ഛനമ്മമാരിൽ നിന്നാണ് സ്വഭാവം കൈക്കൊള്ളുന്നത്, അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നാണ് സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത്, സമൂഹത്തിൽ നിന്നാണ് സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത്. ഇങ്ങനെ പല തിയറികളും പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ പുറമേ നിന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാൻ പറയുന്നത് ഏറ്റവും ആന്തരികമായിട്ടുള്ള കാരണത്തെ കുറിച്ചാണ്. ഏറ്റവും ഉള്ളിലുള്ള കാരണം, ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനം എന്താണ്, ഒരു വ്യക്തിയുടെ സ്വഭാവത്തിനെ നിർണയിക്കുന്ന മാനദണ്ഡം എന്താണ്, ഇതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. 41ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് സ്വഭാവ പ്രഭവേ ഗുണൈ. ഗുണത്തിൽ നിന്നാണ് സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. സത്വരജസ്തമോ ഗുണങ്ങളിൽ ഏത് ഗുണവുമായിട്ടാണ് നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നത്, ഏത് ഗുണത്തിന്റെ പ്രഭാവമാണോ നമ്മിൽ കൂടുതലായിട്ടുള്ളത്, അതിനനുസരിച്ചുള്ള സ്വഭാവമാണ് നമ്മിൽ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അതിനനുസരിച്ച് 4 തരത്തിൽ മനുഷ്യന്മാരുണ്ട്. സമൂഹത്തിൽ 4 തരത്തിലുള്ള വ്യക്തികളെ കാണാൻ സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ 4 തരത്തിലുള്ള ആളുകളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവേ ഗുണൈ. സ്വഭാവത്തിനനുസരിച്ച് സമൂഹത്തിൽ 4 തരത്തിലുള്ള ആളുകളുണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പറയുന്നത്. അല്ലാതെ അവർ ജനിച്ച കുടുംബത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അവരുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പ്രത്യേകം ഇവിടെ ഭഗവാൻ എടുത്തു പറയുന്നത്. കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവേ ഗുണ. ഗുണത്തിൽ നിന്ന് വരുന്ന സ്വഭാവത്തിനെ അടിസ്ഥാനമാക്കി 4 വിഭാഗമായിട്ട് ആ സ്വഭാവങ്ങളെ വിഭജിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ളത്.
അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ബ്രാഹ്മണന്റെ സ്വഭാവത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് ബ്രാഹ്മണീയ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, ബ്രാഹ്മണീയമായിട്ടുള്ള സ്വഭാവം എന്താണ്. 42ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് ശമോദമസ്തപശൗചം ശാന്തി ആർജവം ഏവച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ക്ഷമ എന്ന് പറയുന്നത് മനസ്സിന്റെ നിയന്ത്രണമാണ്, മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ദമ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണമാണ്, പുറമെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. തപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേയുള്ള ക്ലേശങ്ങളെ സഹിക്കാൻ സാധിക്കുന്നതാണ് തപസ്. ക്ലേശങ്ങളെ സഹിച്ചുകൊണ്ടും കടമകൾ നിറവേറ്റുന്നതാണ് തപസ് എന്ന് പറയുന്നത്. ശൗചം ശുചിത്വം, ശാരീരികമായിട്ടുള്ള ശുചിത്വം, മാനസികമായിട്ടുള്ള ശുചിത്വം. മാനസികമായിട്ടുള്ള ശുചിത്വം മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ജപിക്കുന്നതിലൂടെ ലഭിക്കും. ശാരീരികമായിട്ടുള്ള ശുചിത്വം സ്നാനത്തിലൂടെ ലഭിക്കും. ശുചിത്വം, ശൗചം, ശാന്തിരാർജവമേവച്ച ശാന്തി, ക്ഷമാശീലം. മറ്റുള്ളവർ തന്നോട് മോശമായിട്ട് പെരുമാറിയാലും അവരോട് ക്ഷമിക്കുക എന്നുള്ളത് ബ്രാഹ്മണീയമായിട്ടുള്ള സ്വഭാവമാണ്. ആർജവം, സത്യസന്ധത. എന്താണോ ശാസ്ത്രത്തിലുള്ളത് അത് അതേപടി പറഞ്ഞു കൊടുക്കുക. എന്താണോ വാസ്തവം അതേപടി അവതരിപ്പിക്കുക. അതാണ് ആർജവം എന്ന് പറയുന്നത്. ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവം. ജ്ഞാനം, ശാസ്ത്രജ്ഞാനം. ശാസ്ത്രത്തിൽ ഭഗവാനെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് അത് മനസ്സിലാക്കുക. വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ പ്രയോഗിക്കുക, ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യുക, അഭ്യസിക്കുക. അഭ്യസിച്ച് അതിനനുസരിച്ചുള്ള ജ്ഞാനം നേടുക. അതിനാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. അനുഭവജ്ഞാനമാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. ആസ്തിക്യം, ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം. ആസ്തിക്യം എന്ന് പറയുന്നത് ഈശ്വര വിശ്വാസം, വേദങ്ങളിലുള്ള വിശ്വാസം. വേദങ്ങൾ ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യമാണ് എന്നുള്ള വിശ്വാസം. വേദത്തെ പ്രമാണമാക്കുക, അതാണ് ആസ്തിക്യം എന്ന് പറയുന്നത്. നാസ്തികർ അതൊന്നും അംഗീകരിക്കുന്നില്ല. നാസ്തികർ പറയുന്നത് ഇതെല്ലാം കള്ളമാണ്, ഇതെല്ലാം തട്ടിപ്പാണ് എന്നാണ് പറയുന്നത്. അല്ലെ, എവിടെയും ആരും സത്യം പറയുന്നില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ബ്രാഹ്മണൻ പൂർണ്ണമായിട്ട് വേദങ്ങളിൽ വിശ്വസിക്കുന്നു. ഇത്രയും സ്വഭാവങ്ങളാണ് ബ്രാഹ്മണന്റെ സ്വഭാവ സവിശേഷതകളായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾക്കിപ്പോ വായിക്കാനുള്ളത് 43ാമത്തെ ശ്ലോകമാണ്. 43ാമത്തെ ശ്ലോകത്തിൽ ക്ഷത്രിയന്റെ സ്വഭാവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ക്ഷാത്രം കർമ്മ സ്വഭാവജം. ഇനി ഒരു വ്യക്തി ക്ഷത്രിയ സ്വഭാവമാണുള്ളതെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഒരു ബ്രാഹ്മണന്റെ സ്വഭാവം പ്രധാനമായിട്ട് രൂപം കൊള്ളുന്നത് സാത്വികമായിട്ടുള്ള ഗുണത്തിൽ നിന്നാണ്. സാത്വിക ഗുണത്തിൽ ഇരിക്കുന്ന സമയത്ത് ബ്രാഹ്മണീയമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ കൈവരും. ഇനി രജോഗുണത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ വ്യക്തി പ്രകടിപ്പിക്കുന്നത് ക്ഷത്രിയ ഗുണമായിരിക്കും. തമോ ഗുണവും രജോ ഗുണവും മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് വൈശ്യ സ്വഭാവം പ്രകടിപ്പിക്കും. തമോ ഗുണത്തിലിരിക്കുന്ന സമയത്ത് ശുദ്ര സ്വഭാവമാണ് കാണിക്കുന്നത്. അപ്പോൾ സാത്വിക സ്വഭാവത്തിൽ ബ്രാഹ്മണീയ സ്വഭാവത്തിനെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു തന്നു. അടുത്തതായിട്ട് രജോ ഗുണത്തിലിരിക്കുന്ന ക്ഷത്രിയന്റെ സ്വഭാവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 43ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യ പലായനം ദാനം ഈശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവജ. ക്ഷത്രിയന്റെ സ്വഭാവമാണ് പറയുന്നത്. ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യ പലായനം ദാനം ഈശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവജ. ശൗര്യം, നേതൃത്വ ഗുണം. അല്ലെ, ഏത് പ്രവർത്തനത്തിലും മുന്നിൽ തന്നെ നിൽക്കും ശൗര്യമുള്ള ആളുകൾ. അവരൊരിക്കലും പുറകോട്ട് പോകുന്നില്ല. തേജസ് എന്ന് പറയുന്നത്
പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യം, തന്റെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി കഠിനമായിട്ട് പ്രയത്നിക്കുക, കഠിനമായിട്ട് പ്രവർത്തിക്കുക, കഠിനമായിട്ടുള്ള ഉദ്യമശീലത്തിനാണ് തേജസ് എന്ന് പറയുന്നത്. അത്രയ്ക്കും ആ തേജസ് ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും പ്രവർത്തിച്ച് വിജയത്തിലെത്താൻ സാധിക്കുള്ളൂ. തേജസ് കുറഞ്ഞവർക്ക് ഒരു പ്രാവശ്യം പരാജയം ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് പിന്നീട് പ്രവർത്തിക്കാനുള്ള പ്രചോദനം ഉണ്ടാവുന്നില്ല. അവർ പറയും, വേണ്ട, ഞാൻ വിട്ടുപോയി, ഇനി ഞാൻ മുന്നോട്ട് പോകുന്നില്ല. പക്ഷെ തേജസ് ഒരു വ്യക്തിക്ക് വീണ്ടും പ്രവർത്തിച്ച് ആ പരാജയത്തിനെ വിജയമാക്കി മാറ്റാൻ സാധിക്കും. അതാണ് തേജസ് എന്ന് പറയുന്നത്. ധൃതി എന്ന് പറയുന്നത് ഉറച്ച തീരുമാനം. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക. ധൃതി, ഉറച്ച തീരുമാനത്തിനെയാണ് ധൃതി എന്ന് പറയുന്നത്. ദാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പേർട്ട്നെസ് ആണ്, നൈപുണ്യം, ഒരു പ്രവൃത്തി വളരെ കൃത്യമായിട്ട് ചെയ്യാനുള്ള കഴിവ്. പ്രത്യേകിച്ചും ക്ഷത്രിയന്മാർക്ക് ഭരണത്തിലും അതേപോലെ ആയോധന കലയിലൊക്കെ നൈപുണ്യം ഉണ്ടായിരിക്കും, എക്സ്പേർട്ട്നെസ് ഉണ്ടായിരിക്കും. അവർ എക്സ്പേർട്ട് ആയിരിക്കും. എങ്ങനെ ചെയ്യണം, എങ്ങനെ യുദ്ധം ചെയ്യണം, എങ്ങനെ ഒരു ആയുധം പ്രയോഗിക്കണം എന്നെല്ലാം വളരെ കൃത്യമായിട്ട് അവർക്ക് അറിയാം. അതേപോലെ ഭരണ തന്ത്രങ്ങളൊക്കെ അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. മറ്റു രാജ്യങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് തന്നെ എങ്ങനെയാണ് ഭരണം നിർവഹിക്കേണ്ടത്, ഇത് വളരെ വ്യക്തമായിട്ട് അവർക്ക് അറിയുന്നതാണ്. അതാണ് ദാക്ഷ്യം എന്ന് പറയുന്നത്. ദക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പേർട്ട് എന്നാണ് അർത്ഥം. വളരെ നിപുണനായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയാണ് ദക്ഷൻ എന്ന് പറയുന്നത്. ദാക്ഷ്യം, നൈപുണ്യം. യുദ്ധേ ജാപ്യ പലായനം, യുദ്ധമുണ്ടാകുന്ന സമയത്ത് ഒരിക്കലും പുറകോട്ട് പോകുന്നില്ല, പേടിച്ച് പുറകോട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ ആരെങ്കിലും വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ആ വെല്ലുവിളി ഏറ്റെടുക്കാതിരിക്കുന്നില്ല. അല്ല, ക്ഷത്രിയന്റെ ലക്ഷണമാണ്, ക്ഷത്രിയന്റെ ധർമ്മമാണ് ആരെങ്കിലും വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കണം, എന്നിട്ട് അവരോട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം, അല്ലെങ്കിൽ അവൻ ക്ഷത്രിയനല്ല എന്ന് പറയും. മാത്രമല്ല, യുദ്ധം ചെയ്യുന്ന സമയത്ത് ആർക്കെങ്കിലും പുറകിൽ നിന്ന് വെട്ടുകൊണ്ടു കഴിഞ്ഞാൽ, പുറകിലാണ് മുറിവേറ്റതെങ്കിൽ അവൻ ക്ഷത്രിയനല്ല എന്ന് പറയും. കാരണം എന്താണ്? അവൻ ഓടുന്നത് കൊണ്ടാണ് പുറകിൽ മുറിവേൽക്കുന്നത്. മുന്നിൽ മുറിവേറ്റാലാണ് ആ വ്യക്തി ക്ഷത്രിയനായിട്ട് അംഗീകരിക്കപ്പെടുന്നത്. യുദ്ധേ ചാപ്യപലായനം, അത് ക്ഷത്രിയന്റെ സ്വഭാവമാണ്. ദാനം ഈശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവജം. ദാനം, ഞാൻ സംരക്ഷിക്കാം, ഞാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണമൊക്കെ നൽകാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാവം ഉണ്ടാവും. ഞാൻ നിങ്ങളെ രക്ഷിക്കാം, നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എവിടെയുണ്ട് എന്ന് പറയും. അതാണ് ക്ഷത്രിയന്റെ സ്വഭാവം. ഇപ്പൊ കലിയുഗത്തിൽ നമ്മൾക്ക് മിക്കവാറും ഈ ബ്രാഹ്മണീയ സ്വഭാവവും ക്ഷത്രിയ സ്വഭാവം വളരെ ചുരുക്കമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബ്രാഹ്മണന്റെ അഭാവം കൊണ്ടാണ് സമൂഹത്തിൽ ഈശ്വരവിശ്വാസം ഇല്ലാതാകുന്നത്. ആസ്തിക്യം, ഈശ്വരവിശ്വാസം ബ്രാഹ്മണന്റെ സ്വഭാവമാണ്. ആ ഈശ്വരവിശ്വാസം ബ്രാഹ്മണൻ എന്ത് ചെയ്യും? അത് മറ്റുള്ളവർക്ക് സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു കൊടുക്കും. അതിനാണ് ശ്രുതി എന്ന് പറയുന്നത്. ശ്രുതി എന്ന് പറയുന്നത് നേരിട്ട് ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. സ്മൃതി ഭക്തന്മാർക്ക് അല്ലെങ്കിൽ ഋഷീശ്വരന്മാർക്ക് അല്ലെങ്കിൽ ബ്രാഹ്മണന്മാർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവർ ഈശ്വര സാക്ഷാത്കാരം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അങ്ങനെയാണ് സമൂഹത്തിൽ ഈശ്വര വിശ്വാസം ഉണ്ടാകുന്നത്. എല്ലാവർക്കും ഈശ്വരനിൽ വിശ്വാസം ഉണ്ടാകുന്നത്. പക്ഷെ ആ ബ്രാഹ്മണീയ സ്വഭാവം തന്നെ നശിക്കുന്ന സമയത്ത് ഈശ്വരനെ കുറിച്ച് വിശ്വാസപൂർവ്വം പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടാവുന്നില്ല. ഈശ്വരനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നവരിൽ പോലും ചിലപ്പോൾ ആ ഈശ്വര വിശ്വാസം ഉണ്ടായിരിക്കില്ല. അവർ മറ്റെന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി ഈശ്വരനെ കുറിച്ച് പറയും, ഭഗവത്ഗീത പറയും, അല്ലെങ്കിൽ ഭാഗവതമൊക്കെ പറയും. അവരോട് യഥാർത്ഥത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ, അവരോട് സ്വകാര്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇതെല്ലാം ഒരു കഥയാണെന്ന് പറയും, അല്ലെ, ഇതെല്ലാം ഒരു സങ്കല്പമാണ് എന്ന് പറയും. നൂറുകണക്കിന് ഭാഗവത സപ്താഹം നടത്തിയിട്ടുള്ള ആളുകളോട് അവരോട് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സത്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇതെല്ലാം ഒരു സങ്കല്പമാണ്, നല്ല ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഥകളാണ്,
അതിൽ നിന്നുള്ള മൂല്യമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ അർത്ഥം അതിൽ അവർക്ക് വിശ്വാസമില്ലാതെ, അവർക്ക് ആസ്തിക്യമില്ലാതെയാണ് അവർ പറയുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്തെങ്കിലും നേട്ടമുണ്ടാകും, സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകും, അതിനു വേണ്ടി പറയും. അപ്പോൾ അത് കേൾക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? കേൾക്കുന്ന ആളുകൾക്ക് യാതൊരു വിശ്വാസവും ഉണ്ടാവില്ല, അല്ലെ? പറയുന്ന ആൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ കേൾക്കുന്ന ആളുകളിലേക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കും. ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിശ്വാസപൂർവമാണ് പറയേണ്ടത്, വിശ്വാസപൂർവമാണ് കേൾക്കേണ്ടത്. അപ്പോഴേ പറയുന്ന ആളുകൾക്കും കേൾക്കുന്ന ആളുകൾക്കും പ്രയോജനമുള്ളൂ. വിശ്വാസമില്ലാതെ പറഞ്ഞത് കൊണ്ട് പ്രയോജനമില്ല. കേൾക്കുന്ന ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് ജീവിതത്തിൽ യാതൊരു മാറ്റവും വരുന്നില്ല. നമ്മൾ എത്ര സപ്താഹം കേട്ട് കഴിഞ്ഞാലും നമ്മൾ നാമം ജപിക്കുന്നില്ല, നമ്മൾക്ക് ഭഗവാനിൽ വിശ്വാസമില്ല, നമ്മുടെ ഭയം മാറുന്നില്ല, നമ്മുടെ ജീവിത രീതിയിൽ യാതൊരു മാറ്റവും വരുന്നില്ല. കാരണം എന്താണ്? പറയുന്ന ആളുകൾക്ക് വിശ്വാസമില്ല. വിശ്വാസമുള്ള ഒരു വ്യക്തി പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. അതാണ് ശ്രീല പ്രഭുപാദരുടെ ഒക്കെ ശക്തി, അല്ലെ? ശ്രീല പ്രഭുപാദർക്ക് പൂർണ്ണമായിട്ടും ഭഗവാനിൽ ഉറച്ച വിശ്വാസമുണ്ട്. അങ്ങനെ ശ്രീല പ്രഭുപാദരിൽ നിന്ന് കേട്ട വ്യക്തികൾക്കൊക്കെ വലിയ മാറ്റമുണ്ടായി ജീവിതത്തിൽ. അവരൊക്കെ മോശമായിട്ടുള്ള സ്വഭാവം മുഴുവൻ ഉപേക്ഷിച്ചു. അവർ ഭഗവാന്റെ വലിയ ഭക്തന്മാരായിട്ട് മാറി. അവർ ഭക്തി പ്രചരിപ്പിക്കുന്ന ആചാര്യന്മാരായിട്ട് മാറി. കാരണം എന്താണ്? അവരുടെ ഗുരുവിന് അത്രയും വിശ്വാസമാണ്. പൂർണ്ണ വിശ്വാസത്തിലാണ് ഗുരുവിന്റെ വാക്കുകൾ അവർ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് പ്രയോജനമുണ്ട്. അപ്പോൾ ആ ബ്രാഹ്മണീയമായിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. കലിയുഗത്തിൽ ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഒരു ജാതിയായിട്ട് മാറി. അല്ലെ? യഥാർത്ഥത്തിൽ ഇവിടെ ഭഗവാൻ ഒരു ജാതിയെ കുറിച്ചും പറയുന്നില്ല, സ്വഭാവത്തെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വ്യത്യസ്ത സ്വഭാവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സ്വഭാവ പ്രഭവയ ഗുണൈ, സത്രജസ്തമോ ഗുണങ്ങളിൽ നിന്നുണ്ടാകുന്ന സ്വഭാവങ്ങളെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ എവിടെയാണ് ജാതി ഉള്ളത്? അല്ല, ജനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ആകും എന്നാണെങ്കിൽ പിന്നെ ഈ ലക്ഷണങ്ങളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരു വ്യക്തി ജനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആകുന്നതെങ്കിൽ പിന്നെ ഈ ലക്ഷണങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഏത് ലക്ഷണം ഉണ്ടെങ്കിലും ജനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വ്യക്തി ബ്രാഹ്മണനോ ക്ഷത്രിയനോ ശൂദ്രനോ ആകുന്നത്. പക്ഷെ ഭഗവാൻ ആ കാര്യം ഇവിടെ ഒരിക്കലും പറയുന്നില്ല, അത് ഭഗവാൻ അനുവദിക്കുന്നില്ല. ഭഗവാൻ ലക്ഷണങ്ങളെ കൊണ്ടാണ് ഒരു വ്യക്തിയെ മനസ്സിലാക്കേണ്ടതെന്ന് എടുത്തു പറയുന്നത്. അതുകൊണ്ടാണ് ഈ ലക്ഷണങ്ങൾ ഭഗവാൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ബ്രാഹ്മണന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു, അതേപോലെ ക്ഷത്രിയന്റെ ലക്ഷണങ്ങളും പറഞ്ഞു. കലിയുഗത്തിൽ ക്ഷത്രിയനെയും കാണാൻ സാധിക്കില്ല. യഥാർത്ഥ ക്ഷത്രിയനുണ്ടെങ്കിൽ ഒരിക്കലും അധർമ്മം സമൂഹത്തിൽ നടക്കുന്നില്ല. യഥാർത്ഥ ക്ഷത്രിയന്മാർക്ക് ഉദാഹരണമാണ് യുധിഷ്ഠിര മഹാരാജാവ്, അതേപോലെ പരീക്ഷിത് മഹാരാജാവിനെ പോലെയുള്ള രാജാക്കന്മാർ. അവർ വളരെ ശക്തരായിട്ടുള്ള ആളുകളാണ്, അല്ലെ? പരീക്ഷിത് മഹാരാജാവിന്റെ മുന്നിൽ വെച്ച് കലിസത്വം, പ്രപഞ്ചത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന കലിസത്വം ഒരു പശുവിനെ ഉപദ്രവിക്കാൻ പോയ സമയത്ത് പരീക്ഷിത് മഹാരാജാവ് കലിയെ പോലും കൊല്ലാൻ പോയി, അല്ലെ? കലിക്ക് ഭയമായി. കലി പരീക്ഷിത് മഹാരാജാവിനെ അഭയം പ്രാപിച്ചു. അപ്പൊ കലിയെ പോലും കൊല്ലാൻ ശക്തനായിട്ടുള്ള അത്രയും തക്ക ശക്തിമാന്മാരായിരുന്നു അന്നത്തെ കാലത്തെ യഥാർത്ഥ ക്ഷത്രിയന്മാർ. അതുകൊണ്ട് സമൂഹത്തിൽ ആരെയും ഉപദ്രവിക്കുന്നുണ്ടായിരുന്നില്ല. മറ്റു മൃഗങ്ങളെ കൊന്നു തിന്നുന്ന സ്വഭാവമൊന്നും സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. പശുക്കളെ ഉപദ്രവിക്കുക പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്ഷത്രിയന്മാരുടെ അഭാവമുള്ളത് കൊണ്ട് സമൂഹത്തിൽ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ പെരുകും. അവർക്ക് ആരെയും ഭയപ്പെടാനില്ല. ഗവൺമെന്റിലും ക്ഷത്രിയന്മാരില്ല. അതുകൊണ്ട് എന്തെങ്കിലും കുറച്ച് പണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിയമത്തിന്റെ പഴുതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് കലിയുഗത്തിൽ നമ്മൾ അധികം കാണുന്നത് ശൂദ്രന്മാരെയാണ്. യഥാർത്ഥ ക്ഷത്രിയന്മാർ കലിയുഗത്തിലുമില്ല. കലോ ശൂദ്ര സംഭവം എന്ന് പറയും. കലോ ശൂദ്ര സംഭവം എന്നാണ് പറയുന്നത്. ക്ഷത്രിയന്റെ സ്വഭാവത്തിനെ കുറിച്ച് പറഞ്ഞു. ശൗര്യം തേജോ ധൃതിർ ദാക്ഷ്യം നിധേ ചാപ്യപദാനം ദാനം ഈശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവം.
ഇനി 44-ാമത്തെ ശ്ലോകത്തിൽ വൈശ്യന്റെയും ശൂദ്രന്റെയും സ്വഭാവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കൃഷി ഗോരക്ഷ്യ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം. കൃഷി ഗോരക്ഷ്യ വാണിജ്യമാണ് വൈശ്യന്റെ സ്വഭാവം. അവർക്ക് സ്വാഭാവികമായിട്ടുള്ള പ്രവൃത്തി എന്താണ്? കൃഷി ചെയ്യാൻ നല്ല താല്പര്യം ഉണ്ടാകും, ഗോസംരക്ഷണത്തിൽ താല്പര്യമുണ്ടാകും. കൃഷി ഗോരക്ഷ്യ വാണിജ്യത്തിലും താല്പര്യമുണ്ടാവും, ട്രേഡിങ്ങിൽ അവർക്ക് താല്പര്യമുണ്ടാവും, ബിസിനസ്സിൽ താല്പര്യമുണ്ടാവും. അപ്പോൾ കുട്ടികളിൽ കൃഷിക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ സന്തോഷത്തോടു കൂടി അത് ചെയ്യും, അല്ലെ? പശുക്കളെ വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ സന്തോഷത്തോടു കൂടി അത് ചെയ്യും. ഇനി വാണിജ്യം ബിസിനസ്സിലാണ് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ബിസിനസ്സാണ് പഠിപ്പിക്കേണ്ടത്. ഇതെല്ലാം വൈശ്യകർമ്മ സ്വഭാവമാണെന്നാണ് പറയുന്നത്. വൈശ്യകർമ്മ സ്വഭാവം. പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവം. ശൂദ്രൻ ഒരു പ്രവൃത്തിയും സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നില്ല, ബ്രാഹ്മണീയമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നില്ല, ശാസ്ത്രം പഠിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള കർമ്മങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, കൃഷി ഗോരക്ഷ്യ വാണിജ്യം ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ എല്ലാവരെയും അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ആരെങ്കിലും എന്തെങ്കിലും കർമ്മം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ സാധിക്കും. അങ്ങനെ സർവീസ് മെന്റാലിറ്റിയുള്ള ആളുകളാണ് ശൂദ്ര സ്വഭാവം എന്ന് പറയുന്നത്. പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവം. ഇങ്ങനെ 4 തരത്തിലുള്ള സ്വഭാവത്തിനെ കുറിച്ച് ഭഗവാൻ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളാണ്. ഇതൊന്നും മോശമല്ല എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ഒന്നും താഴ്ന്നതോ അല്ലെങ്കിൽ ഉയർന്നതോ അല്ല. എല്ലാ സ്വഭാവങ്ങളും, ഒരു സ്വഭാവത്തിനെയും മാറ്റേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. സ്വേ സ്വേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ നര സ്വകർമ്മ നിരത സിദ്ധിം യഥാവിന്ദതി തച്ഛൃണു. ഒരു സ്വഭാവത്തിനെയും മാറ്റേണ്ട ആവശ്യമില്ല, മാറ്റിമറിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. സ്വേ സ്വേ കർമ്മണ്യഭിരത, എന്താണോ നമ്മൾക്ക് സ്വാഭാവികമായിട്ടുള്ള കർമ്മമായിട്ടുള്ളത് അതിൽ തന്നെ ഇരുന്നാൽ മതി എന്നാണ് പറയുന്നത്. അത് ചെയ്താൽ തന്നെ നമ്മൾക്ക് സംസിദ്ധിം ലഭതേ നര, ഒരു വ്യക്തിക്ക് പൂർണ്ണത നേടാൻ സാധിക്കും, ആ വ്യക്തിക്ക് ആത്മസാക്ഷാത്കാരം നേടാൻ സാധിക്കും, അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം നേടാൻ സാധിക്കും. അതെങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാമെന്നാണ് ഭഗവാൻ പറയുന്നത്. സ്വകർമ്മ നിരത സിദ്ധിം യഥാവിന്ദതി തച്ഛൃണു. സ്വന്തം കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഈശ്വര സാക്ഷാത്കാരം എങ്ങനെ നേടാം അത് ഞാൻ പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരു കർമ്മം ഒഴിവാക്കേണ്ട ആവശ്യമില്ല, സ്വന്തം കർമ്മം കൊണ്ട് തന്നെ ഈശ്വര സാക്ഷാത്കാരം നേടാം. സ്വേ കർമ്മണ്യവിരത സംസിദ്ധിം ലഭതേ നര സ്വകർമ്മ നിരത സിദ്ധിം യഥാവിന്ദതി തച്ഛൃണു. സ്വാഭാവികങ്ങളായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നാൽ മനുഷ്യന് പൂർണ്ണത നേടാം. എങ്ങനെയെന്ന് പറയാൻ കേൾക്കും ആണ് ഭഗവാൻ പറയുന്നത്. ആ മെത്തേഡാണ് ഭഗവാൻ 46-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സ്വന്തം കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഈശ്വരനെ തൃപ്തിപ്പെടുത്താം. അതെങ്ങനെയാണ്? അതാണ് 46-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ആ ശ്ലോകത്തിന് ഭാവാർത്ഥം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ശ്ലോകം വിവർത്തനം ഭാവാർത്ഥം വായിക്കാം, അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. 46-ാമത്തെ ശ്ലോകം വായിച്ചു. വായിക്കാം പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 46. യഥ പ്രവൃത്തിർഭൂതാനാം ഏന സർവമിദം തദം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധി വിന്ദതി മാനവഃ. വിവർത്തനം. സർവജീവികളുടെയും പ്രഭവസ്ഥാനവും സർവവ്യാപിയുമായ ഭഗവാനെ ആരാധിക്കുക നിമിത്തം
സ്വകർമ്മങ്ങളിൽ കൂടി ഒരു വ്യക്തിക്ക് പരിപൂർണതയിലെത്താം. ഭാവാർത്ഥം: 15-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ സർവ്വജീവജാലങ്ങളും ഭഗവാന്റെ അംശങ്ങളാകയാൽ അദ്ദേഹം തന്നെ അവയ്ക്ക് കാരണഭൂതൻ. യന്മാദ്യസ്യ യഥ എന്ന് വേദാന്ത സൂത്രം ഇതിനെ പിന്താങ്ങുന്നു. അതുകൊണ്ട് പരമപുരുഷനാണ് എല്ലാ ജീവജാലങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനം. ഭഗവത്ഗീതയുടെ 7-ാം അധ്യായം വിവരിക്കുന്നത് പോലെ ആ ഭഗവാൻ തന്റെ ആന്തരവും ബാഹ്യവുമായ 2 ശക്തികളാൽ സർവവ്യാപിയായി മരിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ അവിടുത്തെ ശക്തിയോടൊപ്പം ആരാധിക്കണം. ആന്തരശക്തിയുക്തനായ ഭഗവാനെയാണ് സാമാന്യേന വൈഷ്ണവ ഭക്തന്മാർ ആരാധിക്കുക പതിവ്. ആന്തർശക്തിയുടെ ഒരു തലതിരിഞ്ഞ പ്രതിബിംബത്തെ ബാഹ്യശക്തി. ഈ ശക്തി ഒരു പശ്ചാത്തലമാണ്. ഭഗവാൻ തന്റെ വിസ്തരണമായ പരമാത്മാവെന്ന നിലയിൽ എങ്ങും സ്ഥിതി ചെയ്യുന്നു. എമ്പാടുമുള്ള ദേവന്മാരുടെയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലാം പരമാത്മാവാണ് അദ്ദേഹം. അവിടുത്തെ ഒരംശം എന്ന നിലയിൽ ഓരോ ജീവന്റെയും കർത്തവ്യമാണ് ഭഗവത് സേവനം എന്ന് മനസ്സിലാക്കണം. എല്ലാവരും തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടണം എന്നാണ് ഈ ശ്ലോകത്തിന്റെ സന്ദേശം. ഇന്ദ്രിയങ്ങൾക്കുടമയായ ഋഷികേശനാണ് തന്നെ ഒരു സവിശേഷ പ്രവൃത്തിക്കായി നിയോഗിച്ചിട്ടുള്ളതെന്ന് ഓരോരുത്തർക്കും ഓർമ്മ വേണം. ആ കർമ്മത്തിന്റെ ഫലം കൊണ്ട് അവർ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുകയും വേണം. തികഞ്ഞ കൃഷ്ണാബോധത്തോടെ ഇങ്ങനെ അനുഷ്ഠിച്ചു പോന്നാൽ ഏത് വിഷയവും ഭഗവാന്റെ അനുഗ്രഹത്താൽ സുഗ്രാഹ്യമായി തീരും. അതാണ് ജീവിതത്തിന്റെ പരിപൂർണത. ഭഗവത്ഗീത വിശദമാക്കുന്നു. ഏഷാമഹം സമുദ്ധർത്ത 12.7. അങ്ങനെയുള്ള ഒരു ഭക്തനെ ഉദ്ധരിക്കുന്ന ചുമതല ഭഗവാൻ സ്വയം ഏറ്റെടുക്കുന്നു എന്ന്. അതാണ് ജീവിതത്തിന്റെ പരമോന്നതി. ഏത് തൊഴിലിൽ ഏർപ്പെട്ടിരുന്നാലും ഒരു വ്യക്തി ഭഗവാനെ സേവിക്കുന്നുവെങ്കിൽ അവൻ പരമോത്കൃഷ്ടമായ പരിപൂർണ നേടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു രാധാ മാധവജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, സ്വന്തം കർമ്മത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് ഭഗവാനെ തൃപ്തനാക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശേഷേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ നര. നമ്മൾക്ക് എന്ത് കഴിവാണോ ഉള്ളത് ആ കഴിവ് കൊണ്ട് തന്നെ ഭഗവാനെ തൃപ്തനാക്കാൻ സാധിക്കും. ഓരോരുത്തർക്കും ഓരോ കഴിവാണ് ഉണ്ടാകും, അല്ലെ? ചില ആളുകൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ ആരെ കുറിച്ച് സംസാരിക്കണം? ഭഗവാനെ കുറിച്ച് സംസാരിക്കണം. ചില ആളുകൾക്ക് നല്ല രീതിയിൽ എഴുതാൻ സാധിക്കും. അവർക്ക് ആരെ കുറിച്ച് എഴുതാം? ഭഗവാനെ കുറിച്ച് എഴുതാം. ചില ആളുകൾക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കും. ആ സമ്പത്ത് കൊണ്ട് ഭഗവാന്റെ സേവനം ചെയ്യാം. ചില ആളുകൾക്ക് കൃഷിയിൽ ഏർപ്പെടാൻ സാധിക്കും. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യം ഭഗവാന്റെ സേവനത്തിനായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ ഓരോ കഴിവുകളും, എല്ലാ കഴിവുകളും ഭഗവാന്റെ സേവനത്തിനായിട്ട് ഉപയോഗിക്കണമെന്നാണ് ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾക്ക് പൂർണ്ണതയിലെത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ആരും സ്വന്തം കഴിവുകളെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മറ്റൊരാളുടെ കഴിവിനെ അനുകരിക്കേണ്ട ആവശ്യവുമില്ല, അല്ലെ? സാധാരണഗതിയിൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒരേപോലെ മത്സരിക്കുകയാണ്. ഒന്നുകിൽ ഡോക്ടർ ആകണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആകണം എന്ന് പറഞ്ഞിട്ട് മത്സരിക്കും. പക്ഷെ കുട്ടികൾക്ക് ഉണ്ടാവുന്നത് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളായിരിക്കും. ആ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാതെ എല്ലാവരും ഒരേ അച്ചിൽ വാർക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാവും. എല്ലാവർക്കും ഒരേപോലെ മത്സരിക്കാൻ സാധിക്കുന്നില്ല, അല്ലെ? ഓരോരുത്തർക്കും ഓരോ കഴിവുകളായിരിക്കും ഉണ്ടാകും. ആ കഴിവുകൾ കൊണ്ട് തന്നെ സമൂഹത്തിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഭഗവാന്റെ സേവനത്തിന് ആ കഴിവുകളെ സമർപ്പിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. സ്വേ കർമ്മണ്യഭിരത സംസിദ്ധി ലഭതേ നര. അതെങ്ങനെയാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ വായിച്ച ശ്ലോകത്തിൽ പറയുന്നത്. സ്വകർമ്മണ തം അഭ്യർച്ച സിദ്ധി വിന്ദതി മാനവ. എന്താണ് മെത്തേഡ്? സ്വകർമ്മണ തം അഭ്യർച്ച, സ്വന്തം കർമ്മത്തെ തം ആ ഭഗവാന് വേണ്ടി അഭ്യർച്ച അർപ്പിക്കുക. സിദ്ധി വിന്ദതി മാനവ. ആരാണോ ഭഗവാന് വേണ്ടി സ്വന്തം കർമ്മഫലങ്ങൾ സമർപ്പിക്കുന്നത് ആ വ്യക്തിയുടെ സംരക്ഷണ ചുമതല ആര് തന്നെ ഏറ്റെടുക്കും? ഭഗവാൻ തന്നെ ഏറ്റെടുക്കും, അല്ലെ? ആ വിശ്വാസമുള്ള വ്യക്തിക്ക് മാത്രമേ കർമ്മഫലങ്ങൾ ഭഗവാന് സമർപ്പിക്കാൻ സാധിക്കൂ. സ്വകർമ്മണ തം അഭ്യർച്ച സിദ്ധി വിന്ദതി മാനവ.
ഓരോരുത്തർക്കുമുള്ള കഴിവുകള് ഭഗവാന്റെ സേവനത്തിനായിട്ട് ഉപയോഗിക്കും. മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി അത് ഉപയോഗിക്കാതെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി സ്വന്തം കഴിവുകൾ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് പൂർണ്ണത നേടാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള ഭഗവാന് സമർപ്പിക്കണം എന്നാണ് ആദ്യത്തെ വരിയിൽ പറയുന്നത്. യഥ പ്രവൃത്തിർഭൂതാനാം യേന സർവമിതം തതം. യഥ പ്രവൃത്തിർഭൂതാനാം, എല്ലാ ജീവജാലങ്ങളുടെയും കർമ്മങ്ങൾ ആരിൽ നിന്നാണോ വന്നിട്ടുള്ളത്, എല്ലാ കർമ്മങ്ങളും യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളത് ഭഗവാനിൽ നിന്നും തന്നെയാണ്. അതെങ്ങനെയാണ്? എല്ലാ ഗുണങ്ങളും ഭഗവാനിൽ നിന്നും തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. 7ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് എല്ലാ ഗുണങ്ങളും, സത്വരജസ്തമോ ഗുണങ്ങൾ വന്നിട്ടുള്ളത് ഭഗവാനിൽ നിന്നാണ്. ആ സത്വരജസ്തമോ ഗുണങ്ങളിൽ നിന്നാണ് സ്വഭാവം വന്നിട്ടുള്ളത്. സ്വഭാവത്തിൽ നിന്നാണ് പ്രവൃത്തി വന്നിട്ടുള്ളത്. അപ്പോൾ ആത്യന്തികമായിട്ട് പ്രവൃത്തി എവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്? ഭഗവാനിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. പ്രവൃത്തിയും ഭഗവാനുമായിട്ട് ബന്ധമുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. യഥ പ്രവൃത്തി ഭൂതാനാം, എല്ലാ ജീവജാലങ്ങളുടെയും പ്രവൃത്തി രൂപം കൊണ്ടിട്ടുള്ളത് ഭഗവാൻ. ആരിൽ നിന്നാണോ പ്രവൃത്തികളൊക്കെ രൂപം കൊണ്ടിട്ടുള്ളത്? ഏന സർവമിതം തതം, ആരാണോ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്, ഭഗവാനാണ് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്. അല്ലെ, അണ്ഡാന്തരസ്ഥം പരമാണു ചയാന്തരസ്ഥം, എല്ലാ ആറ്റത്തിനകത്തും ഇരിക്കുന്നത് ഭഗവാനാണ്. എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നതും ഭഗവാനാണ്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടം. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന് സ്വന്തം പ്രവൃത്തികൾ സമർപ്പിക്കണം എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതിൽ നിന്നാണോ എല്ലാ പ്രവൃത്തികളും വരുന്നത്, ആരാണോ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്, ആ ഭഗവാന് സ്വന്തം പ്രവൃത്തിയുടെ ഫലങ്ങൾ സമർപ്പിക്കുക. സ്വകർമ്മണ തമഭ്യർച്ച സിദ്ധിം വിദ്ദതി മാനവ. അപ്പൊ സ്വന്തം കർമ്മങ്ങൾ ഭഗവാന് അർപ്പിച്ച് ചെയ്യുന്ന സമയത്ത് അത് എന്തായിട്ട് മാറും? അത് ഭക്തി സേവനമായിട്ട് മാറും. അതിനെയാണ് ഭക്തി സേവനം എന്ന് പറയുന്നത്. ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അത് പല രീതിയിലും പല ആളുകൾക്കും അവർക്ക് പറ്റുന്ന രീതിയിൽ സ്വന്തം കഴിവുകൾക്ക് അനുസരിച്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള വ്യക്തികളുടെ യോഗക്ഷേമം, അവരുടെ സംരക്ഷണം പൂർണ്ണമായിട്ടും ഭഗവാൻ ഏറ്റെടുക്കും. അവരെ ഉദ്ധരിക്കുന്ന ചുമതല ഭഗവാൻ തന്നെ ഏറ്റെടുക്കും എന്നാണ് പറയുന്നത്. ഭഗവാൻ പറയുന്നത് അങ്ങനെയുള്ള ഭക്തനെ ഭഗവാൻ തന്നെ ഉയർത്തിക്കൊണ്ടുവരും എന്ന് പറയുന്നു. അതുകൊണ്ട് അവന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്റെ കർമ്മഫലം ഭഗവാനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ കാര്യം എന്താകും എന്ന് വിചാരിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവന്റെ കാര്യം ഭഗവാൻ തന്നെ നോക്കിക്കോളും. ആ ഒരു വിശ്വാസത്തിലാണ് ഭഗവാന്റെ സേവനത്തിൽ ഭക്തൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവന് ബോധ്യപ്പെടും, ഭഗവാന്റെ സംരക്ഷണം പ്രത്യക്ഷത്തിൽ അവന് ബോധ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ അവന് ഭക്തി ഉറച്ചു തുടർച്ചയായിട്ട് ഭക്തി സേവനത്തിൽ നിൽക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നേരിട്ടുള്ള ഭക്തിയോഗത്തിന്റെ മുന്നേയുള്ള മാർഗമാണ്. നേരിട്ടുള്ള ഭക്തിയോഗം ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം എന്ന് പറഞ്ഞിട്ടുള്ള നവവിധ ഭക്തിയാണ്. ആ നവവിധ ഭക്തിയിൽ വിശ്വാസം വരുന്നതിന്റെ മുന്നേയുള്ള സ്റ്റേജാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. കർമ്മഫലങ്ങളൊക്കെ ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളത്. 12ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഈ ഒരു ഓർഡർ നമുക്ക് മനസ്സിലാവും. ഭക്തിയില് വ്യത്യസ്തമായിട്ടുള്ള പടവുകളുണ്ട്, സ്റ്റെപ്പുകളുണ്ട്, സ്റ്റേജസ് ഉണ്ട് എന്ന് ഭഗവാൻ 12ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം പറഞ്ഞത് സ്വാഭാവികമായിട്ടുള്ള ഭക്തി, നിരന്തരം ഭഗവാനെ സ്മരിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള ഭക്തി. അത് നമുക്ക് കാണാൻ വളരെ വിരളമായിരിക്കും. ഭൗതിക ലോകത്തിൽ സ്വാഭാവികമായിട്ട് ആരും ഭഗവാന്റെ സേവനം ചെയ്യുന്നില്ല. അതില്ലാത്തവരാണ് നിയമപ്രകാരമുള്ള ഭക്തി ചെയ്യേണ്ടത്. അല്ലെ, സാധനാഭക്തി നിയമപ്രകാരം നമ്മൾ ചെയ്യാം. ഭഗവാന്റെ ഇത്ര നാമം ജപിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭക്തി, നിയമപ്രകാരമുള്ള ഭക്തി. അതും ചെയ്യാൻ സാധിക്കാത്തവരാണ് കർമ്മഫലം തനിക്ക് സമർപ്പിക്കേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെ, കർമ്മങ്ങളൊക്കെ ഭഗവാന് വേണ്ടി ചെയ്യുക. അതും ചെയ്യാൻ സാധിക്കാത്തവർ കർമ്മഫലം ഭഗവാന് സമർപ്പിക്കുക.
ആ ഒരു മെത്തേഡാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. എന്ത് തൊഴിലാണോ നമ്മൾ ചെയ്യുന്നത് അതിന്റെ കർമ്മഫലം ഭഗവാന് ഒരു വിഹിതം ഭഗവാന് സമർപ്പിക്കുക. അങ്ങനെ നമ്മൾക്ക് ഉയർച്ച ഉണ്ടാകാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഭഗവാന്റെ സംരക്ഷണവും മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തിക്ക് പൂർണ്ണത നേടാൻ സാധിക്കും എന്ന് പറയും. അതുകൊണ്ടാണ് ആരും സ്വന്തം കഴിവുകളെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല, അത് ഭൗതികമായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ കഴിവിനെ അനുകരിക്കേണ്ട ആവശ്യമില്ല. സ്വന്തം കഴിവുകൾ തന്നെ പ്രയോഗിച്ച് കർമ്മങ്ങൾ ചെയ്താൽ മതി. എന്താണോ സ്വന്തം കഴിവാണ്, സ്വാഭാവികമായിട്ട് ഒരു വ്യക്തിക്ക് കഴിവായിട്ടുള്ളത്, അതിനനുസരിച്ച് തന്നെയുള്ള പ്രവർത്തനം ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ അനുകരിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാണ് സ്വഭാവ നിയതം കർമ്മ കുർവന്നാത്മോപി കിൽബിഷം. സ്വാഭാവികമായിട്ടുള്ള കർമ്മങ്ങളിൽ തന്നെ ഏർപ്പെടാനാണ് ഭഗവാൻ പറയുന്നത്. തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കർമ്മം നമ്മൾക്ക് ജീവിതകാലം മുഴുവൻ ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് സ്വാഭാവികമായിട്ടുള്ള എന്ത് കർമ്മമാണോ താല്പര്യം, അതാണ് നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിതകാലം മുഴുവൻ ചെയ്യാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടോടുകൂടി ചെയ്യേണ്ടി വരും കർമ്മങ്ങളൊക്കെ. സന്തോഷത്തോടു കൂടി നമ്മൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഭഗവാൻ പറഞ്ഞു, ഇവിടെ അനുകരിക്കേണ്ട, മറ്റുള്ളവരുടെ കഴിവുകളെ അനുകരിക്കേണ്ട ആവശ്യമില്ല. എന്താണോ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള കഴിവ്, അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി എന്നാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിക്ക് പാപപ്രതികരണം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. നമുക്ക് അതുകൂടി വായിച്ചു നോക്കാം. 47-ാമത്തെ ശ്ലോകം എന്താണ് ഭഗവാൻ പറയുന്നത്, ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ എന്താണ് പറയുന്നത് നോക്കാം. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു. സിനിമ വായിച്ചു. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമ്മ സുനിഷ്ഠിതാ സ്വഭാവനിയതം കർമ്മ കുർവനാപ്നോതി കിൽബിഷം. വിവർത്തനം: അന്യന്റെ കർമ്മം ഭംഗിയായി ചെയ്യുന്നതിനേക്കാൾ നന്ന് കുറ്റമറ്റതായില്ലെങ്കിൽ പോലും തനിക്ക് ഹരേ കൃഷ്ണ പ്രഭു. വേറെ ആരെങ്കിലും വായിച്ചോളൂ, എനിക്ക് കോള് വരുന്നു. ഹരേ കൃഷ്ണ, ഞാൻ വായിക്കട്ടെ പ്രഭുജി. ഹരേ കൃഷ്ണ. അന്യന്റെ കർമ്മം ഭംഗിയായി ചെയ്യുന്നതിനേക്കാൾ നന്ന് കുറ്റമറ്റതായില്ലെങ്കിൽ പോലും തനിക്ക് വിധിക്കപ്പെട്ട പ്രവൃത്തി ചെയ്യുക എന്നതാണ്. സ്വഭാവത്തിനനുസരിച്ച് നിർദ്ദിഷ്ടമായ കർമ്മത്തിൽ ഏർപ്പെടുന്നവർക്ക് പാപപ്രതികരണം അനുഭവിക്കേണ്ടി വരില്ല. ഭാവാർത്ഥം: ശ്രീല പ്രഭാതിജി ഓരോരുത്തരുടെയും തൊഴിലിനെ സംബന്ധിക്കുന്ന കർത്തവ്യങ്ങൾ ഭഗവത്ഗീതയിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നീ വിഭാഗത്തിൽപ്പെട്ടവർക്ക് താങ്കളുടെ സ്വഭാവാനുസൃതമായി ചെയ്യേണ്ടുന്ന കർമ്മങ്ങളെ മുമ്പ് നിർദ്ദേശിച്ചു. ഒരു കൂട്ടർക്ക് വിധിക്കപ്പെട്ടവ മറ്റുള്ളവർ അനുകരിക്കരുത്. സ്വാഭാവികമായി ശൂദ്രന് അനുയോജ്യമായ കർമ്മങ്ങളിൽ താല്പര്യം തോന്നുന്ന ഒരാൾ അയാൾ ബ്രാഹ്മണനാണെന്ന് കൃത്രിമമായി അവകാശപ്പെടാൻ പാടില്ല. സ്വഭാവത്തിനനുസൃതമായ പ്രവൃത്തിയാണ് ഏവരും ചെയ്യേണ്ടത്. ഭഗവത് സേവനമായിട്ടാണ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഒരു പ്രവൃത്തിയും നീചമല്ല. ഒരു ബ്രാഹ്മണൻ അനുഷ്ഠിക്കേണ്ടുന്ന കർമ്മം സാത്വികമാണ്. എങ്കിലും സ്വഭാവേന സാത്വികനല്ലാത്ത ഒരാൾ ബ്രാഹ്മണന് നിർദ്ദിഷ്ടമായ കർമ്മത്തെ അനുകരിക്കരുത്. ഭരണകർത്താവായ ക്ഷത്രിയനാകട്ടെ അധമകൃത്യങ്ങൾ ചെയ്യേണ്ടി വരും. ശത്രുക്കളെ ഹിംസിക്കാനായി അയാൾക്ക് അക്രമാസക്തനാകണം. ചിലപ്പോൾ നയതന്ത്ര സംബന്ധമായി നുണ പറയേണ്ടതായും വരാം. രാഷ്ട്രതന്ത്രത്തിന് ഒഴിച്ചുകൂടാത്തവയാണ് അക്രമവും ഇരട്ടത്താപ്പ് നയവും. അതോർത്ത് ക്ഷത്രിയൻ സ്വധർമ്മം ഉപേക്ഷിച്ച് ബ്രാഹ്മണധർമ്മം സ്വീകരിക്കാൻ പാടില്ല. ഭഗവത് പ്രീതിക്ക് വേണ്ടിയായിരിക്കണം മനുഷ്യന്റെ പ്രവൃത്തി. ഉദാഹരണമായി അർജുനന്റെ കാര്യം എടുക്കാം. അർജുനൻ ക്ഷത്രിയനാണ്. മറുകക്ഷിയോട് പൊരുതാൻ അദ്ദേഹം മടിക്കുന്നു. എന്നാൽ പരമപുരുഷനായ കൃഷ്ണന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ അതിൽ തരം താഴ്ന്നു പോകുമെന്ന് ഭീതിക്ക് വഴിയില്ല. വ്യാപാരത്തിലും ആദായത്തിനു വേണ്ടി ധാരാളം നുണ പറയേണ്ടി വരും. അല്ലെങ്കിൽ ആദായം ഉണ്ടാവില്ല. ചിലപ്പോൾ വ്യാപാരി പറയും, ചങ്ങാതി, നിങ്ങളിൽ നിന്ന് ഞാൻ ആദായം എടുക്കുന്നില്ല,
പക്ഷേ ആദായം എടുക്കാതെ വ്യാപാരിക്ക് ജീവിക്കാനാവില്ലെന്ന് ഓർക്കണം. അപ്പോൾ താൻ ആദായം എടുക്കില്ലെന്ന് ഒരു കച്ചവടക്കാരൻ പറഞ്ഞാൽ അത് നുണയാണ്. എങ്കിലും വ്യാപാരം വഞ്ചന കൂടാതെ ചെയ്യാനാവില്ലെന്നതുകൊണ്ട് ആ പ്രവൃത്തിക്ക് താൻ പോവില്ലെന്ന് വെച്ച് പിന്മാറി ബ്രാഹ്മണന് ചേരുന്ന തൊഴിൽ സ്വീകരിക്കരുത്. അങ്ങനെ ചെയ്യാൻ നിർദ്ദേശമില്ല. ക്ഷത്രിയനാകട്ടെ, വൈശ്യനാകട്ടെ, ശൂദ്രനാകട്ടെ തന്റെ പ്രവൃത്തി കൊണ്ട് ഭഗവാനെ സേവിക്കുകയാണെങ്കിൽ അവൻ ഏതു വകുപ്പിൽ പെടുന്നു എന്നതിന് പ്രസക്തിയില്ല. വിവിധ യജ്ഞങ്ങൾ അനുഷ്ഠിക്കേണ്ടുന്ന ബ്രാഹ്മണർക്കും ചിലപ്പോൾ യജ്ഞവിഹിതമായ ജന്തുഹിംസ ചെയ്യേണ്ടി വരുന്നു. അതുപോലെ തന്നെ ഒരു ക്ഷത്രിയൻ സ്വധർമാനുഷ്ഠാനം എന്ന നിലയിൽ ശത്രുക്കളെ വധിച്ചാൽ അയാൾ പാപിയാകുന്നില്ല. 3-ാം അധ്യായത്തിൽ ഈ വിഷയം സ്പഷ്ടമായും വിശദമായും വിവരിച്ചിട്ടുണ്ട്. യജ്ഞത്തിന് വേണ്ടി, വിഷ്ണു ഭഗവാന് വേണ്ടി ഓരോ മനുഷ്യനും കർമ്മം ചെയ്യണം. സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നത് എന്തും ബന്ധന കാരണമായി തീരും. ത്രിഗുണാനുസൃതമായി തനിക്ക് കൈവന്ന സ്വഭാവത്തെ മുൻനിർത്തിക്കൊണ്ട് വേണം ഒരാൾ തന്റെ കർമ്മത്തിൽ വ്യാപരിക്കുന്നത്. ഭഗവാന്റെ പരമോദ്ദേശം നിറവേറ്റാൻ ഉതകുന്നതാകണം ആ പ്രവൃത്തി എന്ന ദൃഢനിശ്ചയവും ആവശ്യമാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു നളിനകുമാരി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ പറയുന്ന കാര്യം, സ്വന്തം സ്വഭാവം മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാനാണ്. സ്വന്തം സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അത് ഭഗവാന് സമർപ്പിക്കുക. ഇതാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്ന മാർഗം. നമ്മൾ മറ്റെന്തെങ്കിലും എന്തിന്റെങ്കിലും പേരിൽ നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അല്ലെ, സമൂഹത്തിൽ പേരും പ്രശസ്തിയും നേടുന്നതിന് വേണ്ടി നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല. സ്വാഭാവികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ശിലപ്രഭാതർ പറയുന്ന ഒരു കാര്യം, ഒരു പ്രത്യേക പോയിന്റ് ഉണ്ട്. എന്താണ്? ഭഗവത് സേവനമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു പ്രവൃത്തിയും നീചമല്ല എന്ന് പറയും. അപ്പൊ ഇത് നേരിട്ടുള്ള ഭക്തിയോഗത്തിലേക്ക് വരുന്നതിന്റെ മുന്നേയുള്ള വിഭജനങ്ങളാണ്. അപ്പോഴാണ്, അവിടെയാണ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഈ വിഭജനമൊക്കെ പോസിബിൾ ആയിട്ടുള്ളത്, അല്ലെ? പക്ഷെ ഭക്തിയുത സേവനത്തിൽ ആർക്കും ഏത് പ്രവൃത്തി വേണമെങ്കിലും ചെയ്യാം, അല്ലെ? ഭഗവാന്റെ ഭക്തന്മാർ തമ്മിൽ ഞാൻ ബ്രാഹ്മണനാണെന്ന് ക്ഷത്രിയനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിഭജനമില്ല. ഒരു വ്യക്തിക്ക് തന്നെ ബ്രാഹ്മണീയമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും, ശൂദ്രകർമ്മങ്ങൾ ചെയ്യേണ്ടി വരും, ക്ഷത്രിയ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും, വൈശ്യകർമ്മങ്ങൾ ചെയ്യേണ്ടി വരും, എല്ലാം ചെയ്യേണ്ടി വരും. അല്ലെ? ഭക്തനായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രവൃത്തികളും ചെയ്യണം. ക്ലീൻ ചെയ്യണം, അല്ലെ? കിച്ചൺ വൃത്തിയാക്കണം, ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണം. പരിചര്യ, അങ്ങനെയുള്ള കർമ്മം ചെയ്യണം. കുക്കിംഗ് ചെയ്യണം, പ്രചരണം ചെയ്യണം. ഇതിൽ എല്ലാ വിധത്തിലുള്ള കർമ്മങ്ങളും വരുന്നുണ്ട്. ശൂദ്രകർമ്മവും ചിലപ്പോൾ കൃഷി ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കൃഷി ചെയ്യണം, ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യേണ്ടി വരും, അതായത് എന്തെങ്കിലും കച്ചവടം ചെയ്യേണ്ടി വരും. ഇതെല്ലാം ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ കർമ്മ വിഭജനം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതെന്താണ്? ഇത് ഭഗവാന്റെ നേരിട്ടുള്ള ഭക്തി സേവനമാണ്. ആ ഭക്തി സേവനത്തിൽ ഒരു ഭക്തൻ ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ എന്ന് വീണ്ടും വിഭജിക്കേണ്ട ആവശ്യമില്ല. ഭക്തൻ ചെയ്യുന്നതെല്ലാം ഭഗവാന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവിടെ കർമ്മ നിബന്ധനകളില്ല. അതാണ് ഇവിടെ ശീലപ്രഭാതർ വിശദീകരിക്കുന്നത്. ഭഗവത് സേവനമായിട്ടാണ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഒരു പ്രവൃത്തിയും നീചമല്ല. ഭഗവത് സേവനത്തിലേക്ക് വരുന്നതിന്റെ മുന്നെയാണ് ഇങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഈ ഗുണത്തിന്റെ വിഭജനമൊക്കെ ഉള്ളത്. ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ചെയ്യേണ്ടി വരും. യജ്ഞാർത്ഥ കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധനം, അതാണ് അവിടുത്തെ നിയമം. ഭഗവാന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, നമ്മുടെ സ്വന്തം ഇന്ദ്രിയതൃപ്തിക്കാണ് ചെയ്യുന്നതെങ്കിൽ അത് വിപരീതമായിട്ടുള്ള കർമ്മമായിട്ട് മാറും. കലിയുഗത്തിൽ പ്രത്യേകിച്ച് നമ്മൾക്ക് ഈ വിഭജനമൊന്നും നോക്കാൻ സാധിക്കില്ല. കാരണം കലിയുഗത്തിൽ യഥാർത്ഥ ബ്രാഹ്മണന്മാരോ യഥാർത്ഥ ക്ഷത്രിയന്മാരോ ഒന്നുമില്ല. എല്ലാവരും ക്വാളിറ്റി കുറഞ്ഞ ആളുകളാണ്. എല്ലാവരും എന്താണോ സ്വന്തം കഴിവുകളുള്ളത് അത് പരസ്പരം വിനിയോഗിച്ചുകൊണ്ട്, പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സാധിക്കുന്നത്. ഒരു വ്യക്തിക്ക് തന്നെ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുകയില്ല കലിയുഗത്തിൽ, അല്ലെ? അതുകൊണ്ടാണ് കലിയുഗത്തിന്റെ യജ്ഞം നാമസങ്കീർത്തനമാക്കിയിട്ടുള്ളത്.
നാമസങ്കീർത്തനം ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല, എല്ലാവരും കൂട്ടായി, എല്ലാവരും സഹകരിച്ച്, എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നതാണ് നാമസങ്കീർത്തനം. മറ്റു യുഗങ്ങളിൽ ആത്മസാക്ഷാത്കാരമൊക്കെ ഒറ്റയ്ക്ക് നേടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ധ്യാനം ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. ഹൃദയത്തിൽ ധ്യാനമാണ് മാർഗം, അത് ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. പക്ഷെ കലിയുഗത്തിൽ നാമസങ്കീർത്തനമാണ് മാർഗം, അത് ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല, കൂട്ടായിട്ട് ചെയ്യുന്നതാണ്. കലിയുഗത്തിൽ എല്ലാവരും കൂട്ടം ചേർന്ന് പരസ്പരം സഹകരിച്ച് ഓരോരുത്തരുടെയും കഴിവുകൾ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി വിനിയോഗിച്ച് ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഒരുമിച്ചാണ് ആത്മസാക്ഷാത്കാരത്തിൽ മുന്നോട്ട് പോകുന്നത്. ഒറ്റയ്ക്കായിട്ട്, ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അവരേത് പ്രവൃത്തിയും ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാകണം എന്നുള്ളതാണ്. എന്താണോ നമ്മൾക്ക് കഴിയുന്നത് ആ പ്രവൃത്തി ഏറ്റെടുത്ത് ഭഗവാന്റെ നാമപ്രചരണത്തിന് വേണ്ടി പ്രയത്നിക്കുക. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഉയർച്ചയുണ്ടാകും. അതാണ് കലിയുഗത്തിലേക്കുള്ള മാർഗം എന്ന് പറയാം. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഇപ്പോൾ വായിച്ച ഭാഗങ്ങളിൽ എന്തെങ്കിലും സംശയം, ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ശ്ലോകം വായിക്കാം.